മുത്തശ്ശ മുത്തശ്ശ, ഇന്ന് കണ്ണന്റെ ഏത് കഥയാ പറയണേ? ഇന്ന് നമ്മൾ കേൾക്കാൻ പോണ കഥ ഏതാന്ന് വിചാരിച്ചാൽ കാളിയനും ഗരുഡനും തമ്മിലുണ്ടായ ആ വഴക്കിനെ കുറിച്ചുള്ള കഥയാണ്. കാളിയ മർദ്ദനം എന്നുള്ള രൂപത്തിൽ നമ്മൾ ഇന്നലെ ഒരു കഥ കേട്ടു, കണ്ണൻ്റെ അതിമനോഹരമായ ഒരു കഥ. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ കാളിയനും ഗരുഡനും തമ്മിലുണ്ടായ ആ വഴക്കിൻ്റെ കഥ. അതാണ് ഇന്ന് മുത്തശ്ശൻ പറഞ്ഞു തരാൻ പോണത്. അപ്പോൾ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം. അപ്പോൾ അത് ചൊല്ലും, അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം. വക്രതുണ്ടമഹാകായം കോടിസൂര്യസമപ്രഭം സമപ്രഭം നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർ ഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖിലാൻ അപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ. ജനകായ നമോ നമഃ. അഖിലാൻ അപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. അപ്പം ഇതുപോലെ എല്ലാവരും ചൊല്ലാം. അപ്പം മിടുക്കന്മാരും മിടുക്കത്തികളൊക്കെ ശ്ലോകമൊക്കെ ചൊല്ലി ഇനി കഥ കേൾക്കാൻ പോവുകയാണ് അല്ലേ. കാളിയനെ ഭഗവാൻ നൃത്തത്തിലൂടെ കാളിയൻ്റെ ദർപ്പത്തെ, കാളിയൻ്റെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കി. എന്നിട്ട് കാളിയനോട് പറഞ്ഞു, കാളിയ നീയെ രമണകദ്വീപിലേക്ക് തന്നെ പൊക്കോളൂ, അവിടെ താമസിച്ചാൽ മതി. ഇനി ഗരുഡൻ നിന്നെ ഉപദ്രവിക്കില്ല. ഗരുഡൻ്റെ എല്ലാ തരത്തിലുള്ള വൈരവും നിൻ്റെ ആ പത്തികളിൽ എൻ്റെ കാലിൻ്റെ അടയാളങ്ങൾ കാണുന്നതോടുകൂടി അതെല്ലാം തീരും, ധൈര്യമായിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ പറഞ്ഞയച്ചു. അപ്പോൾ ഇത് കേട്ടപ്പോൾ എന്തുകൊണ്ടാണ് ഈ കാളിയൻ ആദ്യം രമണകദ്വീപിൽ താമസിച്ചത്, പിന്നെ എന്തുകൊണ്ടാണ് കാളിന്തിയിൽ യമുനയിൽ വന്ന് താമസിക്കാൻ കാരണം എന്താണ് എന്നൊക്കെ ചോദിക്കുകയാണ് പരീക്ഷിത്ത്. അപ്പോൾ ശ്രീ ശിവബ്രഹ്മശ്രീ പറഞ്ഞുകൊടുത്തു, ഇത് കുറേ വർഷങ്ങൾ നീണ്ട ഒരു കഥയുടെ തുടർച്ചയാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, കശ്യപ പ്രജാപതി
എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നിരവധി ഭാര്യമാരിൽ 2 പേരാണ് വിനതയും കദ്രുവും. കദ്രുവിൻ്റെ മക്കളാണ് നാഗങ്ങൾ. വിനതയുടെ മകനാണ് ഈ ഗരുഡൻ. അതേപോലെ സൂര്യൻ്റെ തേരാളിയായിരിക്കുന്ന അരുണനും. അപ്പോൾ ഒരു ദിവസം വിനതയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കദ്രു ചോദിച്ചു, ഈ ഉച്ചൈശ്രവസ് എന്ന കുതിരയുടെ നിറം എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ വിനത, എല്ലാവർക്കും അറിവുള്ളതുപോലെ വിനത പറഞ്ഞു, അത് ദേവേന്ദ്രൻ്റെ ആ കുതിരയാണ്. ആ കുതിരയുടെ നിറം നല്ല തൂവെള്ളയാണ് എന്ന് പറഞ്ഞു. കദ്രു എന്തു പറഞ്ഞു? വെള്ളയൊന്നല്ല, പൂർണ്ണമായിട്ടും വെള്ളയൊന്നല്ല, അതിൻ്റെ വാല് കറുത്തതാണ് എന്ന് പറഞ്ഞു. വിനത പറഞ്ഞു, വാലും വെളുത്തതാണ്, വാല് മാത്രമല്ല ദേഹം മുഴുവൻ വെളുത്തതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്നാൽ നമുക്ക് പിറ്റേ ദിവസം പോയി നോക്കാം എന്നായി ഈ കദ്രു. വിനത സമ്മതിച്ചു. ഇനി തോറ്റുകഴിഞ്ഞാൽ ആരാണോ തോൽക്കുന്നത്, തോൽക്കുന്ന ആള് ജയിക്കുന്ന ആളുടെ അടിമയായിട്ട് ജീവിക്കണം എന്നാണ് തീരുമാനം. അതനുസരിച്ച് ഈ കുതിരയുടെ നിറം എന്താണെന്നറിയാൻ വേണ്ടി അവർ ചെന്നു. അങ്ങനെ ചെല്ലുന്നതിന് മുമ്പേ കദ്രു ഒരു സൂത്രം കാണിച്ചു. കദ്രു തൻ്റെ മക്കളായ നിരവധിയായിട്ടുള്ള നാഗങ്ങൾ, പാമ്പുകൾ, അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തു ചെയ്യണം, ഈ ഉച്ചൈശ്രവസിൻ്റെ വാലിൽ കറുത്ത രോമങ്ങൾ പോലെ നിങ്ങൾ അവിടെ പോയി ആ വാലിൽ പറ്റിപ്പിടിച്ച് കിടക്കണം. നോക്കുമ്പോൾ പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വാല് കറുത്തതായിട്ട് തോന്നണം എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഈ നാഗങ്ങൾ അങ്ങനെ ചെയ്തു. ഇതേ തുടർന്ന് വിനത നോക്കുമ്പോൾ ഈ വാല് കറുത്തതായിട്ട് കണ്ടു. അങ്ങനെ കദ്രുവിൻ്റെ ദാസിയായിട്ട് തീർന്നു വിനത എന്ന് പറയുന്നു. അങ്ങനെ കുറേ കാലങ്ങൾ കഴിഞ്ഞു. അപ്പോഴാണ് ഈ ഗരുഡൻ, അതിശക്തനായ ഗരുഡൻ, വിനതയുടെ പുത്രനായിട്ട് പിറക്കണത്. ഗരുഡൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഭഗവാന്റെ വാഹനമാണ് ഗരുഡൻ. അതിശക്തനാണ് ഗരുഡൻ. അങ്ങനെ ഒരിക്കൽ ഈ ഗരുഡൻ കദ്രുവിൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മയുടെ ഈ ദാസ്യം, അതിൽ നിന്ന് അമ്മയെ രക്ഷിക്കാൻ ഞാൻ എന്താണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതിന് ദേവലോകത്ത് നിന്ന് അമൃത് കൊണ്ടുവന്ന് തന്നാൽ ഞങ്ങൾ അമ്മയെ ദാസ്യപ്രവൃത്തിയിൽ നിന്ന് മോചിപ്പിക്കാം. അമൃത് കൊണ്ടുവന്ന് തന്നാൽ മോചിപ്പിക്കാമെന്നാണ് പറഞ്ഞത്. അത് കഴിക്കാൻ ഈ ഗരുഡൻ അനുവദിച്ചില്ല. എന്തു ചെയ്തു? ഗരുഡൻ അതിശക്തനാണ്. ദേവന്മാരെയൊക്കെ തോൽപ്പിച്ച് ദേവലോകത്ത് നിന്ന് അമൃതം എടുത്തു കൊണ്ടുവന്ന് കദ്രുവിനും മക്കളായ നാഗങ്ങൾക്കും കൊടുത്തു. അവരൊക്കെ അമൃത് കഴിക്കാം എന്നുള്ള മോഹത്തോടു കൂടി ആ വിനതയെ ദാസ്യപ്രവൃത്തിയിൽ നിന്ന് മോചിപ്പിച്ച് അവർ കുളിക്കാനായിട്ട് പോണു. ഈ സമയത്ത് ദേവേന്ദ്രൻ്റെ ആ അമൃതിനെ ഗരുഡൻ തിരിച്ച് അതേപോലെ തന്നെ സ്വർഗലോകത്ത് കൊണ്ടുവന്ന് കൊടുത്തു. തൻ്റെ അമ്മയെ വഞ്ചിച്ചവരോട് അതേപോലെ തന്നെ പ്രതികാരം ചെയ്തു ഗരുഡൻ. ഗരുഡൻ്റെ പ്രതികാരം പിന്നെയും തീർന്നില്ല. ഗരുഡൻ അതിശക്തനായതുകൊണ്ട് ഈ പാമ്പുകളെ, നാഗങ്ങളെയൊക്കെ ആക്രമിക്കാൻ തുടങ്ങി. കാണുന്ന നാഗങ്ങളെ മുഴുവൻ കൊത്തിത്തിന്നുക എന്നുള്ളത് ഗരുഡൻ്റെ ഒരു രീതിയായി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴോ ഈ നാഗങ്ങളൊക്കെ വിചാരിച്ചു, നമ്മളെ ഇങ്ങനെ ഗരുഡൻ തിന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം വലിയ കഷ്ടത്തിലാവും. ഒരു കാര്യം ചെയ്തോളൂ, ഞങ്ങളെ ഇങ്ങനെ കൊന്നു തിന്നാൽ ഞങ്ങൾ അധികം താമസിയാതെ ഇല്ലാതെയാവും, വംശം തന്നെ നശിക്കും. മാസത്തിൽ ഒരു ദിവസം ഞങ്ങളിലൊരു സർപ്പം അങ്ങയ്ക്ക് ആഹാരമായി സ്വയമേവ വരാം, അതുകൊണ്ട് സന്തോഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ അമാവാസി ദിവസവും ഓരോ നാഗങ്ങൾ ഗരുഡൻ്റെ ഭക്ഷണമായി മാറി. ഒരു സർപ്പം വരും, ആഹാരമായി നിശ്ചയിച്ച
ഒരാൽത്തറ അവിടെ വന്ന് കിടക്കും. ഗരുഡൻ വന്ന് അതിനെ തിന്നുകയും ചെയ്യും. ആ വിഷവീര്യം കൊണ്ട് അഹങ്കാരിയായ കാളിയൻ ഈ പ്രവൃത്തിയെ അംഗീകരിച്ചില്ല. വലിയ വിഷമുള്ള ഒരു സർപ്പമാണ് കാളിയൻ. അതുകൊണ്ട് കാളിയൻ എന്ത് ചെയ്തു? കാളിയൻ്റെ ഊഴം വന്നപ്പോൾ മറ്റ് നാഗങ്ങൾ ഗരുഡന് കൊടുക്കാൻ അവരുടെ ആ ശരീരം കൊടുക്കാൻ തയ്യാറായെങ്കിലും ഗരുഡൻ്റെ മുമ്പിൽ കാളിയൻ തൻ്റെ ശക്തി കാണിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഗരുഡനെ ഒന്നും പേടിയില്ല, അതുകൊണ്ട് ഗരുഡനോട് എതിർക്കാൻ തയ്യാറായി നിൽക്കുന്നു ഈ കാളിയൻ എന്ന പാമ്പ് മാത്രം. അങ്ങനെ ആ കാളിയനെ പിടികൂടാൻ വേണ്ടി ഗരുഡൻ വരികയാണ്. തൻ്റെ അതിശക്തമായ ചിറകുകൊണ്ട് ആഞ്ഞടിക്കാൻ തുടങ്ങി. ഗരുഡനോട് തോറ്റ കാളിയന് ജീവൻ രക്ഷിക്കാൻ എന്ത് വഴി എന്ന് ആലോചിച്ചു. പെട്ടെന്ന് കാളിന്തിയുടെ കാര്യം ഓർമ്മ വന്നു. കാളിന്തിയിൽ പോയി അഭയം പ്രാപിച്ചു. എന്തുകൊണ്ടാണ് കാളിന്തിയിൽ പോയി കിടന്നത്? കാളിന്തിയിലേക്ക് ഗരുഡൻ കടന്നു വരില്ല, അങ്ങനെ ഒരു ശാപമുണ്ട് എന്നാണ്. ആരാ ഈ ശാപം നടത്തിയത്? സൗഭരി എന്ന ഒരു മഹർഷിയാണ്. ഈ മഹർഷി പണ്ട് ഒരിക്കൽ ഈ കാളിന്തിയിൽ മുങ്ങിക്കുളിച്ച് സന്ധ്യാവന്തനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മുങ്ങിക്കിടന്ന് തപസ് ചെയ്യുന്ന സമയത്ത് തന്നെ കാളിന്തിയിലെ മത്സ്യങ്ങളോട് അദ്ദേഹത്തിന് വല്ലാത്ത കരുണ തോന്നി. കാരണം എന്താ? കാളിന്തിയിൽ വന്ന് മത്സ്യങ്ങളെ തിന്നുന്നു ഗരുഡൻ. മത്സ്യങ്ങൾക്ക് വല്ലാത്ത കഷ്ടപ്പാടായി. ഗരുഡൻ എപ്പോഴാ വരിക എന്ന് പേടിച്ചിട്ടാണ് മത്സ്യങ്ങൾ കഴിയണത്. ആ സാധു ജീവികളോട് സൗഭരിക്ക് വലിയ സ്നേഹം വന്നു. അപ്പോൾ പറഞ്ഞു, ഇനി ഇവിടെ വന്ന് മത്സ്യങ്ങളെ തിന്നരുത് എന്ന് ആ ഗരുഡന് നിർദ്ദേശം കൊടുത്തു സൗഭരി. ഗരുഡൻ കൂട്ടാക്കിയില്ല. അപ്പോൾ പറഞ്ഞു, ഇനി എൻ്റെ ആജ്ഞ ലംഘിച്ച് നീയെ ഇവിടെ വന്ന് മത്സ്യങ്ങളെ തിന്നാൽ ഉടൻ തന്നെ നിൻ്റെ തല പൊട്ടിത്തെറിച്ച് നീ മരിക്കാനിട വരട്ടെ എന്ന് ശപിച്ചു. ശാപത്തെ തുടർന്ന് ഗരുഡന് പേടിയായി. അപ്പോൾ ഗരുഡൻ കാളിന്തിയിലേക്ക് കടക്കാതെയായി. അങ്ങനെ വന്നപ്പോൾ കാളിയന് വലിയ സുഖമായി. ഗരുഡൻ വരില്ല. അങ്ങനെ ആ കാളിയൻ കാളിന്തിയിൽ താമസിച്ചു വരുന്നു. ഭഗവാൻ കാളിയനെ കാളിന്തിയിൽ നിന്ന് പറഞ്ഞയച്ചു. അതോടുകൂടി കാളിന്തി വിഷവിമുക്തമായി. ജനങ്ങൾക്ക് കാളിന്തിയിലെ ആ യമുനയിലെ ജലം കുടിക്കാനും കുളിക്കാനുമൊക്കെ സാധിക്കുന്ന ഏറ്റവും ശുദ്ധമായ നിർമ്മലമായ ജലമായി മാറുകയും ചെയ്തു. ഇപ്പോൾ മുത്തശ്ശൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അങ്ങനെയാണ് കാളിയൻ കാളിന്തിയിൽ എത്തിച്ചേർന്നത് എന്ന് ചുരുക്കം. അങ്ങനെ കാളിയൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ശ്രീകൃഷ്ണനെ എല്ലാവരും, ഗോപന്മാരും അതേപോലെ അച്ഛനും അമ്മയും യശോദാമ്മ, അതേപോലെ രോഹിണി അമ്മയും ഏട്ടനായ രാമനുമൊക്കെ കെട്ടിപ്പിടിച്ചു. യശോദയ്ക്കും രോഹിണിക്കുമൊക്കെ എത്രയാ സന്തോഷം എന്ന് പറഞ്ഞാൽ തീരില്ല. ബലരാമൻ ശ്രീകൃഷ്ണൻ്റെ അനിതര സാധാരണമായ കഴിവ് അറിയുന്ന ആളാണ്. അങ്ങനെ ബലരാമേട്ടനും ആ ആഘോഷത്തിൽ പങ്കുചേർന്നു. പശുക്കുട്ടികളും പശുക്കളും ഒക്കെ കണ്ണൻ്റെ അടുത്ത് വന്ന് കാലിലൊക്കെ ഇങ്ങനെ നക്കി തുടയ്ക്കാൻ തുടങ്ങി. അവർക്കും വലിയ സന്തോഷമായി എന്ന് പറയുന്നു. ആ സമയമായപ്പോഴേക്കും തിരിച്ച് ഗോകുലത്തിലേക്ക് പോവാൻ പറ്റാതെയായി. കാരണം ഇരുട്ടായി എന്നാണ്. അങ്ങനെ രാത്രിയായ സമയത്ത് അവർ വിചാരിച്ചു, എന്നാൽ നമുക്കിന്ന് കാളിന്തി തീരത്ത് തന്നെ, വനത്തിൽ തന്നെ കിടന്നുറങ്ങുക എന്നവർ തീരുമാനിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും ആ കാളിന്തിയുടെ തീരത്ത് കിടന്നുറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് വലിയ കാട്ടുതീയ് ഉണ്ടായി. 4 ഭാഗത്തു നിന്നും കാട്ടുതീ ഇങ്ങോട്ട് പടർന്നു വന്നു എന്നാണ്. തീയിൻ്റെ ചൂട് തട്ടിയിട്ടാണ് ഗോപന്മാർ ചാടി എഴുന്നേറ്റത്. അവർ ഭഗവാനെ വിളിച്ച് ഉറക്കെ കരയാൻ തുടങ്ങി. രാമ, കൃഷ്ണ, രക്ഷിക്കണേ രക്ഷിക്കണേ
എന്ന് പ്രാർത്ഥിക്കുന്നു. അതിഭയങ്കരമായ കാട്ടുതീ വരണേ എന്ന് പറഞ്ഞ് അവർ കരഞ്ഞപ്പോൾ ഭഗവാൻ സാക്ഷാൽ യോഗേശ്വരനാണ് ഭഗവാൻ. ഭഗവാന് ചെയ്യാൻ സാധിക്കാത്തതൊന്നുമില്ല. ഭഗവാൻ എല്ലാവരോടും പറഞ്ഞു, നിങ്ങളെല്ലാവരും കണ്ണടച്ചോളൂ, നമുക്ക് ഈ കാട്ടുതീനെ അപ്രത്യക്ഷമാക്കാനുള്ള വിദ്യ എൻ്റെ കയ്യിലുണ്ട്, എല്ലാവരും കണ്ണടയ്ക്കൂ എന്ന് പറഞ്ഞു. എല്ലാവരും കണ്ണടച്ചതോടുകൂടി ഭഗവാൻ ആ കാട്ടുതീയിനെ പാനം ചെയ്തു, തൻ്റെ വായ്ക്കകത്തേക്കാക്കി എന്നാണ്. ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ഭഗവാന്റെ വായയാണ് അഗ്നി എന്ന് പറയാറുണ്ട്. അപ്പോൾ അഗ്നിയെ സ്വീകരിക്കാൻ ഭഗവാന് ഒരു വിഷമവുമില്ല. ഭഗവാൻ നിഷ്പ്രയാസം ആ അഗ്നിയെ പാനം ചെയ്തു, ഗോകുലത്തിലുള്ള ആളുകളെ മുഴുവൻ രക്ഷിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള ദാവാഗ്നിപാനം എന്ന് പറഞ്ഞാൽ കാട്ടുതീയിനെ കുടിക്കൽ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആ ഭഗവാൻ കാട്ടുതീയിൽ നിന്നും ഗോപന്മാരെ മുഴുവൻ രക്ഷിച്ചു എന്ന് പറഞ്ഞും കൊണ്ടാണ് നമ്മൾ ഇന്ന് മുത്തശ്ശൻ കഥ നിർത്താൻ പോണത്. നാളെ നമുക്ക് കംസൻ്റെ ഭൃത്യനായ പ്രലംബനെ ശ്രീകൃഷ്ണൻ നിഗ്രഹിച്ചതായിട്ടുള്ള കൊന്നതായിട്ടുള്ള കഥയൊക്കെ കേൾക്കാം. ഇപ്പോൾ മുത്തശ്ശൻ എല്ലാവരോടും ബൈ ബൈ പറയണു. എല്ലാവരോടും നാളെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ, ബൈ ബൈ, സീ യു, ഹരേ കൃഷ്ണ.